ഹായ്. പുസ്തകത്താളിലൂടെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ഫേമസ് ആയ ഒരു ബ്രസീലിയൻ സാഹിത്യകാരൻ്റെ പുസ്തകമാണ്. പൗലോ കോയ്ലോ രചിച്ച ദി ആൽക്കമിസ്റ്റ്. 67 ഭാഷകളിലായിട്ട് വിവർത്തനം ചെയ്യപ്പെട്ട ഈ പുസ്തകം ഇന്ന് ഒരുപാട് ആളുകൾ വായിച്ച് അറിഞ്ഞിരിക്കുന്ന പുസ്തകമാണ്. ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലാക്കിയതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് പുസ്തകത്താളിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 1947 റിയോ ഡി ജനീറോയിൽ ജനിച്ച പൗലോ കൊയ്ലോ ഒരു ബ്രസീലിയൻ സാഹിത്യകാരനാണ്. 2009 ഇദ്ദേഹം എഴുതിയ ദി ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിന് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ കഴിഞ്ഞു. 1988 പോർച്ചുഗീസ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം 67 ഭാഷകളിലേക്ക് പിന്നീട് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ന് ഇതിനോടകം ലോകത്ത് ഏതാണ്ട് 320 മില്യൺ കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്നു. സ്പെയിനിലെ ആൻഡലൂസിയൻ പട്ടണത്തിൽ നിന്നും ഈജിപ്തിലെ പിരമിഡുകൾക്കിടയിൽ ഒരു നിധിയുണ്ട് എന്ന് സ്വപ്നം കാണുന്ന ഒരു സാന്റിയാഗോ എന്ന പയ്യൻ തൻ്റെ വീട് വിട്ടിറങ്ങി ഈജിപ്തിലേക്ക് പോകുന്ന യാത്രയാണ് ഈ ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പശ്ചാത്തലം. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അനന്തം, അജ്ഞാതം, അവർണ്ണനീയം. അനന്തമായ ജീവിതത്തിൽ അജ്ഞാതമായ നീതി തേടിക്കൊണ്ട് അവർണ്ണനീയമായ ഭൂപ്രകൃതിയിലൂടെയൊക്കെ സഞ്ചരിച്ചു പോകുന്ന ബാലൻ്റെ കഥ അല്ലെങ്കിൽ ബാലൻ്റെ ജീവിതമാണ്, ഒരാട്ടിടേൻ്റെ ജീവിതമാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നത്. നിധി തേടി പോകുന്ന ഈ പയ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ യാത്രയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ ആട്ടിടേൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. താൻ പോകുന്ന യാത്രയിൽ ഒരു വൃദ്ധയെ കണ്ടുമുട്ടുന്നുണ്ട്, സ്വയം രാജാവ് എന്ന് വിളിക്കുന്ന ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട്, ഒരു പാത്ര വിൽപ്പനക്കാരനെ കണ്ടുമുട്ടുന്നുണ്ട്, പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവ വികാസങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിറവേറുന്നുണ്ട്. ഇതൊക്കെ തൻ്റെ ചിന്താഗതി തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. അവസാനം ഒരു ആൽക്കമിസ്റ്റിനെ കണ്ടുമുട്ടുന്നത് തൻ്റെ ഭാഗ്യമാണെന്ന് പോലും ഈ ബാലൻ കരുതുന്നുണ്ട്. പക്ഷെ തൻ്റെ യാത്രയിൽ ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോൾ തനിക്ക് പലതും ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ട് ഈ ബാലന് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ പല സമയത്തും നാം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിനറിയാം ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കാരണം? അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഈ പുസ്തകം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അവിടെ നിർവചിക്കുന്ന ഒരു വാക്കാണ് ഫെയ്റ്റ്, വിധി. അപ്പോൾ നമ്മുടെ ജീവിതത്തെ വിധിക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കാണ്. അപ്പോൾ വിധിയാണ് എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാണ്ട് വിധിക്ക് അങ്ങാപ്പുറത്തേക്ക് സഞ്ചരിക്കാനായിട്ട് ഈ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സാന്റിയാഗോ എന്ന് പറയുന്ന ഈ ബാലൻ സ്വപ്നം കണ്ട് നിധി തേടി പോകുന്ന ഈ യാത്രയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ബാലൻ സ്വപ്നം കണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ബാലന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പുസ്തകം പറയുന്നൊരു കാര്യം, നമ്മൾ അതിയായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളും മാറി അത് നമ്മളെ ആ ആഗ്രഹം സാധിക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വപ്നം കണ്ടിറങ്ങി തിരിച്ചതാണ് ഈ ബാലൻ. പക്ഷെ അവസാനം നമുക്ക് കഥ വായിക്കുമ്പോൾ, ഈ പുസ്തകം വായിച്ച് എൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഈ ബാലന് വിധി പോലും കിട്ടുന്നില്ല. പക്ഷെ സ്വപ്നം കാണാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ കിടക്കമുറിയിൽ അവിടെ ഭിത്തിയിലൊരു പ്രകാരം ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്: മനോഹരം മഹാവനം ഇരണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. ഉറക്കമറ്റ നിദ്രയിൽ ലയിപ്പതിന് മുൻപിലായി എനിക്കതീവ ദൂരമുണ്ട വിശ്രമം നടക്കുവാൻ. സ്റ്റോപ്പിംഗ് ബൈ ബുഡ്സ് എൻ്റെ സ്നോവി ഈവനിങ് എന്നറിയപ്പെടുന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയത്തിലെ ഏതാനും വരികളാണ് ഞാൻ ഉദ്ധരിച്ചത്. അവിടെ ഉറക്കമറ്റ നിദ്രയിലേക്ക് പോകുന്നതിന് മുൻപ്, ഒരു ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ എടുത്തിരിക്കുന്ന കുറേ പ്രതിജ്ഞകളുണ്ട്. ഐ ഹാവ് പ്രോമിസസ് ടു കീപ്. അത് എനിക്ക് നിറവേറ്റാനുണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വപ്നവും നമ്മുടെ ജീവിതവും.